ജനുവരി 22 ബുധനാഴ്ച. മാർക്കോസ് 3:1-6 വരെ വാക്യങ്ങൾ. കെനിയയിലെ പരിസ്ഥിതി രാഷ്ട്രീയ ലിംഗസമത്വ പ്രവർത്തകയായിരുന്നു വാൻകാരി മാഥായി. പരിസ്ഥിതി സംരക്ഷണത്തിനും സ്ത്രീകളുടെ അവകാശങ്ങൾക്കും മുൻഗണന നൽകിയ 1977 സ്ഥാപിച്ച ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിലൂടെ അവർ പ്രശസ്തയാണ്. അവരുടെ പ്രവർത്തനങ്ങൾക്ക് 2004 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ജനാധിപത്യ അനുകൂല പ്രവർത്തക ഗ്രൂപ്പിൻ്റെ ഭാഗമായതിന് 1992 വാൻകാരി അറസ്റ്റിലായി. അവർക്കും മറ്റ് പ്രവർത്തകർക്കും കൊലപാതക ഭീഷണികൾ ലഭിച്ചു. 2001 വീണ്ടും 2 തവണ അവർ അറസ്റ്റിലായി. പൊതുവനങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിവേദന ഒപ്പുകൾ ശേഖരിച്ചതിനാണ്. പിന്നെ നൈറോബിയിലെ ഉഹുരു പാർക്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിനുമായിരുന്നു അത്. 2 തവണയും കുറ്റം ചുമത്താതെ അവരെ വിട്ടയക്കുകയും ചെയ്തു. ഇന്നത്തെ സുവിശേഷ വായന യേശുവും യഹൂദ മത അധികാരികളും തമ്മിലുള്ള 5ാമത്തെ ഏറ്റുമുട്ടലിനെ കുറിച്ചാണ്. ആദ്യത്തെ ഏറ്റുമുട്ടൽ തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു എന്ന് അവകാശപ്പെട്ടതിന് അധികാരികൾ യേശുവിനെ വെല്ലുവിളിക്കുന്നു. രണ്ടാമത്തേത് ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചതിന് അവർ യേശുവിനെ കുറ്റപ്പെടുത്തുന്നു. മൂന്നാമതായി ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ അവർ യേശുവിനെ കുറ്റപ്പെടുത്തുന്നു. നാലാമതായി സാബത്ത് ദിവസം ശിഷ്യന്മാർക്ക് ധാന്യം പറിക്കാൻ അനുവാദം നൽകി എന്ന പേരിൽ കുറ്റം പറയുന്നു. ഒടുവിൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം കേട്ടതുപോലെ സാബത്തിൽ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തിയതിന് അവർ യേശുവിനെ വെല്ലുവിളിക്കുന്നു. ഇന്നത്തെ ഈ വായനയിൽ ഫരിസേയരുടെയും ഹൃദയകാഠിന്യത്തിൽ യേശു കോപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു എന്ന് മാർക്കോസ് സുവിശേഷകൻ നമ്മോട് പറയുന്നു. യേശുവിനെ പോലെ നാമും കോപിക്കുകയും നമ്മുടെ സമൂഹത്തിൽ കരുണയുടെ അഭാവത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നു. കാരുണ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് തടസ്സമായി മാറിയ ആധുനിക ഫരിസേയരുണ്ട്. സഹായിക്കുന്നതിന് പകരം യഥാർത്ഥത്തിൽ നന്മ ചെയ്യുന്നവരെ നിയമത്തിൻ്റെ നിരവധി സാങ്കല്പിക ലംഘനങ്ങൾ ആരോപിച്ച് ഒറ്റപ്പെടുത്തുന്നു. ശരിയായത് ചെയ്യുന്നതിന് അതിരുകൾ ഉണ്ടാകരുതെന്നും സമയബന്ധിതമായി എല്ലാവർക്കും നന്മ ചെയ്യാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും യേശു നമ്മെ കാണിച്ചു തരുന്നു. ഇന്ന് തിരുസഭ വിശുദ്ധ വിൻസെൻ്റ് പള്ളോട്ടിയുടെ തിരുനാൾ ആചരിക്കുകയാണ്. ഒരു ഇറ്റാലിയൻ പുരോഹിതനും വിശുദ്ധനുമായിരുന്നു അദ്ദേഹം. റോമിലാണ് ജനിച്ചത്. പിന്നീട് പയസ് സൊസൈറ്റി ഓഫ് മിഷൻസ് അല്ലെങ്കിൽ പള്ളോട്ടൈൻസ് എന്നറിയപ്പെടുന്ന സൊസൈറ്റി ഓഫ് ദ കാത്തലിക് അപ്പോസ്റ്റലേറ്റിൻ്റെ സ്ഥാപകനായി. കത്തോലിക്ക പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. ജനുവരി 22 ജനിക്കാത്ത കുട്ടികളുടെ നിയമപരമായ സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നുണ്ട്. ഇന്ന് പ്രാർത്ഥനയുടെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു ദിവസമാണ്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ
പോളച്ചൻ CSSR from Kerala.